എല്ലാവർക്കും അക്യൂ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്വിക്ക് അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ ആമസോണിൽ നിന്ന് ഒരു കീബോർഡിൻ്റെ കവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഗിഗ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീബോർഡിൻ്റെ കവറാണ്. യമഹ i500 എന്ന് പറയുന്ന കീബോർഡ് മോഡൽ നമ്പറിന് വേണ്ടി കമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു കവറാണ്. അപ്പം എളുപ്പം നമുക്ക് ഇത് തുറന്നു നോക്കാം. സോ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഇത് സെക്കൻഡ് ടൈം ഡെലിവറായ ഒരു പാക്കേജാണ്. ആദ്യം ഞാൻ ഓർഡർ ചെയ്തപ്പം ഗിഗ് മാസ്റ്ററുകാർ നമുക്ക് വേറെ ഒരു കളറിൻ്റെ ബാഗായിരുന്നു അവർ ഷിപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബ്ലാക്ക് കളറായിരുന്നു, പക്ഷേ അവർ അയച്ചു തന്നത് റെഡ് കളറിൻ്റെ ആയിരുന്നു. അവത്തെ ഈ പ്രിൻറ്റും ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു ഓർഡറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ബ്ലാക്ക് കളറിൻ്റെ ഈ കീബോർഡിൻ്റെ പ്രിൻറ്റുള്ള ബാഗാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ആദ്യ സമയത്ത് അവർ അയച്ചു തന്നത് റെഡ് കളറിൻ്റെ ഒരു ബാഗാണ്. നമ്മൾ ഓർഡർ ചെയ്യാത്ത ബാഗാണ് അവർ അയച്ചത്. എന്നിട്ട് ഞാൻ റിട്ടേൺ അടിച്ചപ്പോൾ അവർ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തില്ല. റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ തന്നെ ഞാൻ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ താഴെ ബാഡ് റിവ്യൂ എഴുതി. ബാഡ് റിവ്യൂ നമ്മൾ ഞാൻ ഓർഡർ ചെയ്ത സാധനം അവർ അയച്ചു. റെഡ് കളറിൻ്റെ ആ ബാഗിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന പോലത്തെ ഈ പ്രിൻറ്റ് അല്ലെങ്കിൽ കീബോർഡിൻ്റെ കീബോർഡിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഈ പ്രിൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് മെൻഷൻ ചെയ്ത് ഞാൻ ഡിസൈൻ കണ്ടിട്ടാണ് ഈ ഒരു കീബോർഡ് ബാഗ് ഓർഡർ ചെയ്തത്. നമ്മൾ വേറെ ഒരു കളറിൻ്റെ അയച്ചു തന്നിട്ട് റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തു. എന്തായാലും അവർ മറ്റേ ആ റെഡ് കളറിൻ്റെ ബാഗ് തിരിച്ചു കൊടുക്കാൻ തന്നെ എനിക്ക് പുതിയൊരു ബാഗ് അയച്ചു തന്നു. ഓ ബാഗിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബാഗ് ഒരു നോർമൽ ക്വാളിറ്റിയുടെ ആണ്. ഇത് നമുക്ക് ഒരു 800 to 900 ഒരു പ്രൈസ് ബ്രാക്കറ്റിലാണ് കിട്ടുന്നത്. അതല്ലാതെ ഇതിൻ്റെ പ്രിൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് നോർമൽ സ്ക്രീൻ പ്രിൻ്റ് ആണ്, എന്നാലും കാണാൻ നല്ലൊരു എലിഗൻറ്റ് ലുക്കുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ പാഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പാഡിങ് നമുക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ നമ്മൾ പേ ചെയ്യുന്ന ആ ഒരു പ്രൈസ് ബ്രാക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുടെ കവർ തന്നെയാണിത്. ഒരു 800 to 900 റേഞ്ചിൽ കിട്ടുന്ന ഒരു കവറാണ്. നമുക്ക് ഈ കവർ ഈസിലി അടുത്തായിട്ടുള്ള ഏതെങ്കിലും ഗിഗ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഈസിയാണ്. അതല്ലാതെ ഇതിൻ്റെ മുകളിൽ ഈ ചെറിയൊരു പൗച്ച് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നമ്മുടെ കീബോർഡിൻ്റെ അഡോപ്റ്ററോ അതല്ലാതെ ബുക്സോ വേറെ നോട്ട് ബുക്സോ അങ്ങനെ വല്ലതും വെക്കാനുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇതിൻ്റെ പുറകിൽ ഈ ബാഗിൻ്റെ സ്ട്രാപ്സ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ക്വാളിറ്റി ഒരു മീഡിയം ക്വാളിറ്റി എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ, കാരണം ഇത് നല്ല ക്വാളിറ്റിയുടെ അല്ല. അതല്ലാതെ നമ്മൾ അകത്ത് തുറക്കുമ്പോൾ ഇവിടെയും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ അത് നിങ്ങൾക്ക് നോട്ട് ബുക്സോ അതല്ലാതെ എന്തെങ്കിലും കേബിൾസൊക്കെ വെക്കണമെങ്കിൽ അതും വെക്കാവുന്നതാണ്. പിന്നെ ഇത് സിപ്പ് ഒരു നോർമൽ ക്വാളിറ്റിയുടെ സിപ്പാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗിഗ് ബാഗിൻ്റെ ആണ്. അപ്പം റീസെൻ്റ്ലി ഓർഡർ ചെയ്തതും ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് ഈസിലി നമുക്ക് ഇങ്ങനെയും ക്യാരി ചെയ്യാം. അതല്ലാതെ ബാഗ് പോലെ തൂക്കിയിടണമെങ്കിൽ അങ്ങനെയും നമുക്ക് തൂക്കി ഇട്ടുകൊണ്ട് പോകാവുന്നതാണ്. വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്സസറിയാണ്. നിങ്ങളൊരു കീബോർഡ് പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലോ പ്രൈസിൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവറിൻ്റെ കൂടെ നമുക്ക് ഈ ഡസ്റ്റ് കവറും കിട്ടുന്നുണ്ട്. ഈ ഒരു ഗിഗ് ബാഗിൻ്റെ കൂടെ നമുക്ക് ഈ ഡസ്റ്റ് കവറും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിംപിളി ഈ ഡസ്റ്റ് കവർ ഇങ്ങനെ കീബോർഡിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു കീബോർഡ് കവറിൻ്റെ ഫിറ്റിംഗ് ചെക്ക് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ യമഹ i500 എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീബോർഡാണ്. അപ്പം ആ കീബോർഡിന് വേണ്ടി ഓർഡർ ചെയ്ത കവറാണ്. അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് നോക്കാം. ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടുത്തെ പോയി ക്ലിക്ക് ചെയ്ത് മേടിക്കാവുന്നതാണ്. ടിൽ ദെൻ ദിസ് ഇസ് അക്ഷയ് സൈനിങ് ഓഫ് ആൻഡ് യു ആർ വാച്ചിങ് അക്യൂ ലൈഫ് മലയാളം.